ഹലോ ഹായ് വണക്കം മകളെ വണക്കം. അങ്ങനെ ഇന്ന് മുറ എന്ന സിനിമയാണ് കണ്ടത്. ശരിക്കും ഈ സിനിമ തിയേറ്ററിൽ നിന്ന് കണ്ടിറങ്ങിയപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കാണാൻ പറ്റിയില്ലല്ലോ എന്നുള്ളൊരു വിഷമം. പേഴ്സണലായിട്ടുള്ള ചില കാര്യങ്ങളിൽ ലോക്കായി പോയതുകൊണ്ട് സിനിമ കാണാൻ പറ്റിയില്ല. അതിൽ ഭയങ്കര സങ്കടമുണ്ട്. എനിവേ സിനിമയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഡയറക്ടർ മുസ്തഫ എന്നയ്യാ പണി വെച്ചിருக்கு, ആട്ടിപ്പൊളി, വേറെ ലെവൽ. കാരണം കപ്പേള എന്ന് പറയുന്നൊരു സിനിമയ്ക്കകത്തുള്ള ഒരു ഫോർമാറ്റ് ഉണ്ടല്ലോ, ആ ഒരു സാധനത്തിൽ നിന്ന് ടോട്ടലി മാറിയിട്ട് ഈ ഒരു സിനിമയിലേക്ക് വരുമ്പോഴത്തേക്ക് വേറൊരു ജോണറും പിടിച്ച് വേറൊരു സ്റ്റൈലുമാണ് മേക്കിങ്ങിന്. ഒരു ക്വാളിറ്റി ഫീൽ ചെയ്യിപ്പിക്കുന്ന ഗംഭീര സാധനം. അതിനകത്ത് ഒന്നും പറയാനില്ല, അത്രയും അടിപൊളിയായിട്ടാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. റൈറ്റർ സുരേഷ് ബാബു പുള്ളിക്കാരൻ ഈ ഒരു സ്ക്രിപ്റ്റ് നല്ല രീതിയിൽ അറിഞ്ഞ് ചെയ്തു വെച്ചിട്ടുണ്ട്. കാരണം ഓഡിയൻസിൻ്റെ പൾസിനനുസരിച്ച് ആ പീക്കിലോട്ട് കൊണ്ടുപോവുക, ആ പീക്ക് കറക്റ്റായിട്ട് നിലനിർത്തുക, ആ റഷ് ക്രിയേറ്റ് ചെയ്യുക, എല്ലാം പുള്ളിക്കാരൻ ഗംഭീരമായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊരു ഓഡിയൻസ് തിയേറ്ററിൽ ഇരുന്ന് കാണുമ്പോൾ അവൻ്റെ റെസ്പോൺസ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അവനത് കറക്റ്റായിട്ട് ഏൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൽ കുറച്ച് പുതിയ ആക്ടേഴ്സിനെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇവരുടെ പേരെടുത്ത് പറയേണ്ട കേസാണ്. ഒന്ന്, ഹൃദു ഹാറൂൺ. പുള്ളി കീട്ടിലം പെർഫോമൻസ് ആണ് കേട്ടോ. കീട്ടിലം പെർഫോമൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടൈറ്റിൽ ക്യാരക്ടർ എങ്ങനെ അടിപൊളിയായിട്ട് ചെയ്യാം, ഒരു പുതുമുഖ താരം എന്നുള്ള രീതിയിൽ അവൻ ഗംഭീരമായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. ഉറപ്പായിട്ടും ഇനിയും ഒരുപാട് നല്ല സിനിമകൾ കിട്ടാൻ ചാൻസ് ഉള്ള ഒരു ഗംഭീര പെർഫോമൻസാണ് പുള്ളിക്കാരൻ കൈകാര്യം ചെയ്തു വെച്ചിരിക്കുന്നത്. ആട്ടിപ്പൊളി, വേറെ ലെവൽ. അതുപോലെ തന്നെ യദു കൃഷ്ണൻ, ജോബിൻ ദാസ്, അനുജിത്ത്, ഇവരൊക്കെയാണ് കൂടെയുള്ള ഫ്രണ്ട്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവരും എല്ലാവരും നല്ല നാച്ചുറൽ പെർഫോമേഴ്സാണ്. ഈ സിനിമ തുടങ്ങുമ്പോൾ തന്നെ ഓഡീഷന് വന്നിട്ട് കിട്ടാതെ പോയ ആൾക്കാർക്ക് വരെ മുസ്തഫ നന്ദി പറഞ്ഞിട്ടുണ്ട്. എനിവേ അങ്ങനെ പറയുമ്പോൾ അവർക്ക് കിട്ടുന്നൊരു സന്തോഷവും വേറെയാണ്. എന്നാൽ അവരിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ഈ 4 പേര് ഒട്ടും മോശക്കാരല്ല എന്നുള്ളത് ഈ സിനിമ കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. കാരണം അത്രയും കിഡിലായിട്ടാണ് ഇവരുടെ ക്യാരക്ടർ ബിൽഡ് ചെയ്തിരിക്കുന്നതും ആ ബിൽഡപ്പിനനുസരിച്ച് ഇവർ പെർഫോം ചെയ്തിരിക്കുന്നതും. ചില ഏരിയാസിൽ വരുമ്പോഴത്തേക്കുള്ളൊരു പീക്ക് പെർഫോമൻസുകളുണ്ട്, കിഡിലുമാണ്. അതേപോലെ തന്നെ ഫൈറ്റുകൾ കൈകാര്യം ചെയ്യുന്നൊരു രീതി ഒരു രക്ഷയില്ല. ആക്ഷൻ കൊറിയോഗ്രാഫിക്കും കൈയടി കൊടുക്കണം, ഇവന്മാർ ചെയ്ത് വെക്കുന്നതിനും കൈയടി കൊടുക്കണം. ഗംഭീര അടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നൊന്നര അടി. ഒരു ഏരിയയിൽ വന്നിട്ട് ഒരു പീക്ക് സീനാണ്. ആ പീക്ക് സീനിൽ നമുക്ക് തന്നെ തോന്നും ഇവന് 2 എണ്ണം കിട്ടിയില്ലെങ്കിൽ ശരിയാവില്ല, ഇവനെ എന്താ ഇവന്മാർക്ക് തിരിച്ചിട്ട് കൊടുക്കുന്ന എന്ന് നമുക്കിങ്ങനെ തോന്നൂല. ആ ഒരു റഷ് ഇങ്ങനെ കയറ്റി വെച്ചിട്ട് അതിനുള്ളൊരു മറുപടി എന്ന് പറയുന്നത് ഉറപ്പായിട്ട് നമ്മളെ കൊണ്ട് കൈ അടിപ്പിക്കും. കൈ അട്ടിപ്പിക്കുന്നൊരു സീനാണത്. ഗംഭീര സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഫൈറ്റ് സീൻ വേറെ ലെവലാണ്. അതിൻ്റെ ആക്ഷൻ കൊറിയോഗ്രാഫി ഒരു രക്ഷയില്ല. യുവമാർ ചെയ്തു വെക്കുന്ന ആ ഒരു സാധനം ഉണ്ടല്ലോ, അതിനകത്ത് നമുക്ക് കിട്ടുന്നൊരു സാറ്റിസ്ഫാക്ഷൻ, അഡ്രിനാലിൻ റഷ് വേറെ ലെവലാണ്. അത് നമ്മളെ ഒരു പീക്കിലോട്ട് കൊണ്ടുപോകും. അത്രയ്ക്ക് കിഡിലോട്ടാണ് അവർ ആക്ഷൻ സീക്വൻസ് കൈകാര്യം ചെയ്തിരിക്കുന്നത്. സോ ഒന്നും പറയില്ല. ആ ഒരു ഫൈറ്റ് കണ്ടാൽ തന്നെ ആക്ച്വലി ടിക്കറ്റ് എടുത്ത പൈസ മുതലായി. അത്ര കിടിലം. ഒരു സ്റ്റാർട്ടിങ്ങിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് ബിൽഡപ്പ് ചെയ്യുന്നു, പിന്നീട് അങ്ങോട്ട് പോകുന്നതിനകത്തുനിന്ന് കഥ വേറൊരു ടോണിലേക്ക് തന്നെ തിരിഞ്ഞിട്ട് പിന്നെ ഒരു ത്രില്ലർ സ്വഭാവവും, പിന്നെ പടം വേറെ ലെവലിലോട്ട് അങ്ങ് മാറുകയാണ്. ഒരു ഓഡിയൻസ് ഇരുന്ന് കാണുമ്പോൾ എവിടെ പീക്കാവണം ആ പീക്ക് ഏരിയയിൽ കറക്റ്റായിട്ട് എല്ലാം കൊണ്ടുവന്ന് വരും. അതിനനുസരിച്ചൊരു BGM കൊണ്ടുവന്ന് സെറ്റ് ചെയ്യൽ, ആക്ഷൻ സീക്വൻസ് ആണെങ്കിൽ അത്, പെർഫോമൻസ് വൈസ് ആണെങ്കിൽ അത്, എല്ലാം കൂടെ അങ്ങോട്ട് ചേരുമ്പോഴത്തേക്ക് ഒരു മസ്റ്റ് വാച്ച് തിയേറ്റർ എക്സ്പീരിയൻസിന് പറ്റിയ ഗംഭീര പടമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് പുള്ളിക്കാരുടെ പേരറിയത്തില്ല, കിടിലം, ആട്ടിപ്പൊളിയായിട്ട് പണിഞ്ഞു വെച്ചിട്ടുണ്ട് അവസാനം. ശരിക്കും പറഞ്ഞാൽ ഈ സിനിമയ്ക്ക് മുറയതായിരുന്നില്ല, പണിയെന്നായിരുന്നു പേരിടേണ്ടത്. കാരണം അമ്മാതിരി പണിയാണ് പണിഞ്ഞു വെച്ചിട്ടുള്ളത്. ഒരു വേറെ ലെവൽ പണികളാണ്. പിന്നെ സുരാജ് വെഞ്ഞാറമൂട്, കണ്ണൻ നായരുടെ പേരും പറയേണ്ടതാണ്. പുള്ളിയൊക്കെ എന്താണ് ഈ മുഖ്യധാര സിനിമയിലോട്ടൊക്കെ വരാത്തതെന്നാണ് ആലോചിക്കുന്നത്. അപ്പോൾ എന്നാ ഒരു ട്രാൻസ്ഫോർമേഷനാണ് പുള്ളിയുടെ ക്യാരക്ടറിൽ. അതൊക്കെ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സുരാജ് ഏട്ടൻ അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. മാലാപാർവതി നല്ലൊരു ക്യാരക്ടറായിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് പല ആൾക്കാരെയും നമ്മൾ കാണാത്ത വേറൊരു ഡയമെൻഷനിൽ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ പേരറിയാത്ത ഒരുപാട് അഭിനേതാക്കളും ഈ സിനിമയിലുണ്ട്. അവരെല്ലാവരും ഈ തിരഞ്ഞെടുക്കപ്പെട്ടതാണെങ്കിൽ പോലും ഗംഭീരമായിട്ടാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. അതിനകത്ത് മുസ്തഫയ്ക്ക് കയ്യടി കൊടുത്തേ പറ്റൂ. കാരണം ഇത്ര ആൾക്കാരെ കറക്റ്റായിട്ടത് ചെയ്യിപ്പിച്ച് എടുക്കുക, അവരുടെ ടാലൻറ്റിനെ പുറത്ത് കൊണ്ടുവരിക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു ഡയറക്ടറിൻ്റെ സിഗ്നേച്ചർ അവിടെ ഉണ്ട് എന്നുള്ളത് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഗംഭീരമായിട്ടുള്ള BGM-ഉം അതിനനുസരിച്ചുള്ള കട്ട്സും എഡിറ്റിങ്ങും എല്ലാം കൂടെ ചേരുമ്പോഴത്തേക്ക്
ടോട്ടലി സിനിമ തിയേറ്ററിൽ നമുക്ക് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആണ് വരുന്നത്. എൻ്റെ കൂടെയൊക്കെ ഇരിക്കുന്ന ചേച്ചിമാരുടെയൊക്കെ കയ്യടി കണ്ടിട്ട് തന്നെ എനിക്ക് എൻ്റെ മോനെ ഇവരൊക്കെ ഇത്ര എൻജോയ് ചെയ്യുന്നുണ്ടോ എന്ന് നമുക്ക് തോന്നിപ്പിക്കുന്ന ഒരു സീനുണ്ടല്ലോ. ഇതൊക്കെ കൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് ഈ സിനിമ ഫസ്റ്റ് ഷോ തിയേറ്ററിൽ മിസ്സായി പോയല്ലോ എന്നുള്ളൊരു വിഷമം എനിക്ക് തോന്നിയത്. എനിവേ അഭിപ്രായങ്ങൾ വ്യക്തിപരമാണ്. സിനിമ തിയേറ്ററിൽ തന്നെ കണ്ട് വിലയിരുത്തുക. ഇൻ ഷോർട്ട് മൈൽ ഈ സിനിമയ്ക്ക് കൊടുക്കുന്ന റേറ്റിംഗ് 3.5 ഔട്ട് ഓഫ് 5 ആണ്. ഒരു എൻ്റർടൈനർ സിനിമ എന്നുള്ള രീതിയിൽ എന്നെ ഭയങ്കരമായിട്ട് സാറ്റിസ്ഫൈ ചെയ്യിപ്പിച്ചു. ഒരു ഗംഭീര പടമാണ്. തീർച്ചയായിട്ടും നിങ്ങൾ കണ്ടു നോക്കുക. അപ്പോൾ കൂടുതലൊന്നും പറയില്ല. നമ്മുടെ ചാനൽ വരുന്ന വീഡിയോസ്, റിവ്യൂസ്, റോസ്റ്റിംഗ് ഒക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പുതിയ വീഡിയോസ്, റിവ്യൂസ്, റോസ്റ്റിംഗ് ഒക്കെ ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും